പ്രൈസ് ദി ലോർഡ്. ഇന്നേ ദിവസം സ്വർഗസ്ഥനായ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. 1 യോഹന്നാൻ 5-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയവന് ജീവൻ ഉണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ പലരും ദൈവത്തെ സ്വന്തമാക്കാറുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ബന്ധമല്ല. എപ്പോഴും എല്ലാ സമയത്തും യേശുവുമായി വിട്ടുപിരിയാനാവാത്ത ഒരു ബന്ധമാണ്. നമ്മുടെ മനസ്സിൽ സ്ഥിരമായി സ്ഥാനം പിടിക്കുന്ന ദൈവിക ചിന്തകളെ ആശ്രയിച്ചിരിക്കും യേശുവുമായുള്ള ആഴമായ ഒരു ബന്ധം തുടങ്ങുന്നത്. യേശു ക്രിസ്തു നിശ്ചയമായും നമ്മോടുകൂടി ഉണ്ടെന്നും നമ്മെ സഹായിക്കുന്നുണ്ടെന്നും നമ്മുടെ മനസ്സിൽ സ്ഥിരപ്പെടുത്തണം. നമ്മിൽ ഒരു വലിയ ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് പരിശുദ്ധാത്മശക്തി. വചനം പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മിൽ രാജാവായി ഭരണം നടത്തുമ്പോൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് 1 യോഹന്നാൻ 5:14 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കണം. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ പലവിധ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ ആ പ്രതിബന്ധങ്ങളെ മറികടക്കുവാൻ നമുക്ക് ബലം നൽകുന്ന ഒരു ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. അത് യേശുക്രിസ്തുവിന്റെ ശക്തിയാണ്. യേശുക്രിസ്തുവുമായി എപ്പോഴും പ്രാർത്ഥനയാകുന്ന ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. അവിടുത്തെ ആശ്രയിച്ചിട്ട് ഒരുവൻ പോലും നിരാശനാകേണ്ടി വന്നിട്ടില്ല. വചനം നമ്മോട് ചോദിക്കുന്നു, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ എത്താം. നിന്റെ ഏത് ആവശ്യവും സാധിച്ചു തരുവാൻ ഈ ദൈവത്തിന് കഴിയും. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നമ്മുടെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. അതുകൊണ്ട് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നിശ്ചയമായും ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും രാജാവായി ഭരണം നടത്തുവാൻ കടന്നു വരുന്നു. നമ്മളുള്ള അന്ധകാരത്തിന്റെ എല്ലാ ആധിപത്യങ്ങളെയും തകർത്തു മാറ്റിക്കൊണ്ട് നാം ദൈവത്തിൻ്റെത് മാത്രമായി തീരുവാൻ അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നു. അതിനാൽ നമുക്ക് പറയാം, കർത്താവേ, അവിടുന്ന് എന്നിൽ വന്ന് വാഴണമേ. ഇന്നു മുതൽ ഞാനല്ല, എന്നിൽ അങ്ങ് മാത്രമായിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ എല്ലാ കുറവുകളും ഇല്ലായ്മകളും രോഗങ്ങളും എടുത്തുമാറ്റി അവിടുന്ന് എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ. അവിടുത്തെ ശാന്തിയും സമാധാനവും എന്റെ ഭവനത്തിൽ നിറയട്ടെ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് പൂർത്തീകരിക്കണമേ. കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവായി. കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തികൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവേ വന്നു വാഴണമേ. ഓ കർത്താവേ, ഞാനല്ല, എന്നിൽ നീയാണ് കർത്താവേ രാജാവായി വാഴണമേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് എന്നിൽ ഭരണം നടത്തിയാൽ എന്നിലുള്ള എല്ലാ സാത്താന്യ ചെയ്തികളും ഇല്ലാതാകും. കർത്താവേ, അങ്ങയുടെ ഭരണത്തിന് കീഴിൽ രോഗങ്ങൾ മാറും,
അന്ധകാര ശക്തികൾ ഓടിയൊളിക്കും, ബന്ധനങ്ങൾ തകർന്നു മാറും. ഓ കുരുടരും മുടന്തരും ചെകിടരും ഇന്ന് സൗഖ്യം ലഭിക്കും. ആമേൻ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഹല്ലേലൂയ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകും. ഓ യേശുവേ, ഇന്ന് ഞങ്ങൾ വന്ന് വാഴണമേ. ഓ രാജാതിരാജനെ, ഞങ്ങളിൽ നിറയണമേ നാഥ. ഹല്ലേലൂയ. ഓ ജീസസ്. ഇന്ന് നമ്മിലുള്ള എല്ലാ ഭയവും ഇല്ലാതാകും, നമ്മിലെ നിരാശ മാറിപ്പോകും. ഇന്ന് നമ്മുടെ സങ്കടങ്ങൾ സന്തോഷമായി മാറും. ഇന്ന് നമ്മുടെ മുമ്പിൽ അടഞ്ഞ എല്ലാ വാതിലുകളും കർത്താവായ യേശു നമുക്കായി തുറന്നു തരും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവായ യേശു നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ഉറവയാണ്. അവിടുത്തെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ആമേൻ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്കായി. ഹല്ലേലൂയ. ഭയമെല്ലാം മാറട്ടെ. നിരാശ നീങ്ങും, വിലാപം നൃത്തമായി ഓ അടഞ്ഞ വാതിലുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്കായി. ഓ ജീസസ്. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ, രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ ജീസസ്. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളുന്നേശു രാജാവായി, ഓ ജീസസ്. കർത്താവായി ഭരണം ചെയ്തു. ഓ ദൈവരാജ്യം ഞങ്ങളിൽ സ്ഥാപിതമാകട്ടെ. നമ്മിൽ സ്ഥാപിതമാക്കാൻ എല്ലാ സാത്താന്റെ ശക്തിയും തകർത്തിടുവാൻ. ഹല്ലേലൂയ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്ന് വാഴണമേ കർത്താവേ. ഓ ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവേ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ ആത്മീയ മേഖലകളിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ കർത്താവേ കടന്നു വരണമേ, ഇടപെടണമേ കർത്താവേ. സ്തുതിക്കുന്നു യേശുവെ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. എൻ്റെ യേശുവെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.